പെരുന്നാളും ക്രിസ്തുമസും വിഷുവും ഓണവും ഒക്കെ വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാം 3 പേരെ. വെള്ള വസ്ത്രവും തൊപ്പിയും കൊന്തയും അതുപോലെ കാവിമുണ്ടും ചന്ദനക്കുറിയും ഇട്ട 3 പേരല്ലേ മതസൗഹാർദ്ദം. എന്നാൽ ഈ ഗ്രാമത്തിൽ യഥാർത്ഥ മതസൗഹാർദ്ദം നേരിട്ട് കാണാം, അനുഭവിച്ചറിയാം. മാർച്ച് 31, ഏപ്രിൽ 1, 2, 3 നടന്നു വരുന്ന കരടിപ്പാറ ശ്രീ അയ്യപ്പ ക്ഷേത്ര നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും 3 ദിവസത്തെ ഉത്സവാട്ടോ. ഗംഭീരം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ദിവസങ്ങളിൽ അവിടെ പോയപ്പോൾ, നാളെയുണ്ട് ഇനി അവിടെ കണ്ട കാഴ്ച, നാനാ മതസ്ഥരും ഒരുമിച്ച് ഈ 3 ദിവസങ്ങളിലായിട്ട് നാളെ അടക്കം ഭക്ഷണം എന്ന് പറഞ്ഞാൽ 2 നേരം സദ്യ, രാവിലെ ഇഡ്ഡലി സാമ്പാർ, അങ്ങനെ 4 നേരം ഭക്ഷണം ഒരുമിച്ചിരുന്നിട്ട് നാനാ മതസ്ഥരും ഒരുമിച്ച് പന്തലിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. അതേപോലെ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച്. ഈ ഉത്സവത്തോടനുബന്ധമായി നേരിട്ട് ചെല്ലുന്ന അവരുടെ എൻട്രൻസിൽ അവർ തോരണം കെട്ടിയിട്ടുണ്ട്. ഈ തോരണമുണ്ടല്ലോ, കഴിഞ്ഞ നബിദിനത്തിന് കരടിപ്പാറ മദ്രസ പള്ളിയിൽ കെട്ടിയതാണ്. അപ്പോൾ അവർക്കായിട്ട് അത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അതുപോലെ തന്നെ ഈ ഉത്സവത്തിൻ്റെ പ്രദർശനം വരുന്ന സമയത്ത് അപ്പോൾ ഈ കരടിപ്പാറ റോഡ് ആകെ ഇപ്പോൾ പൊളിച്ചിട്ടിരിക്കുകയാണ്, റോഡ് പണി. അപ്പോൾ ഈ താലപ്പൊലിയും അതോടൊപ്പം അവരുടെ നൃത്തങ്ങളും കാര്യങ്ങളും വരുമ്പോൾ ഓരോ ജംഗ്ഷനിലും ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവരത് കളിക്കുമല്ലോ, അവർ നൃത്തങ്ങൾ. അപ്പോൾ ഈ കരടിപ്പാറ ടൗണിൽ തന്നെയാണ് പള്ളി. അവിടെ വെച്ചിട്ട് അവർക്ക് കളിക്കാൻ റോട്ടിൽ നിന്ന് പറ്റുന്നില്ല. അപ്പോൾ അവർ നേരെ പള്ളിയുടെ മദ്രസയുടെ കോമ്പൗണ്ടിലേക്ക് കയറി അവിടെ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ആ ഒരു മനോഹരമായ ഒരു മുഹൂർത്തം ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു മനുഷ്യായുസ്സിൽ കാണാൻ പറ്റുക. ഈ പറയുന്ന ഈ ഒരു കൂട്ടായ്മ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിൽ പരം വലുതും മറ്റൊന്നുമില്ല. എന്തായാലും നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാം. ചിലരുമായിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോ മിസ്സാക്കല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിലെ കരടിപ്പാറയിലെ ഉത്സവമാണെന്ന് 3 ദിവസത്തെ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഉണ്ട്. ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, ഒക്കെ നമ്മൾ അറിയുന്നവരാണ്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ പറ്റും. ഇതിൻ്റെ പേരുള്ള CK ബാലകൃഷ്ണൻ. സാറ് പിന്നെ അറിയാം, LIC-ലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ രാമേന്ദ്രനാണ്, ഈ അമ്പലത്തിന്റെ പ്രസിഡന്റ് കേട്ടോ. രാമേന്ദ്രൻ പിന്നെ DC ആണ്, പോലീസുകാരനാണ്. നമ്മൾ ഇതൊന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വർഷത്തെ ഈ ഒരു 3 ദിവസത്തെ ഈ അമ്പലത്തിന്റെ ഈ ഒരു ഉത്സവത്തെ കുറിച്ചിട്ട് ശരിക്കും ഒന്ന് പറയുകയാണെങ്കിൽ, ഇവിടെ 31-ാം തീയതി മാർച്ച് 31-നാണ് പരിപാടി തുടങ്ങിയത്. ഇന്നലെ തുടങ്ങി വരുന്ന വെള്ളിയാഴ്ച വരെ ഈ പരിപാടികൾ നീണ്ടു നിൽക്കും. 4 ദിവസത്തെ പരിപാടിയാണ്. അതിൽ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് ഇവിടെ നടക്കുന്നത്. അയ്യപ്പസ്വാമിയുടെയും അതേപോലെ തന്നെ ശ്രീഭദ്രയുടെയും 2 പ്രതിഷ്ഠകളാണ് ഇവിടെ നടക്കുന്നത്. ഇന്നലെ വൈകുന്നേരം അതിൻ്റെ പ്രതിഷ്ഠ, വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള യാത്ര ചുള്ളിയോട് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങി താളൂർ സുബ്രഹ്മണ്യ താളൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രം, അതേപോലെ തന്നെ പാമ്പള മാരിയമ്മൻ ക്ഷേത്രം, അമ്പലമൂല നരസിംഹമൂർത്തി ക്ഷേത്രം, അതുവഴി കരടിപ്പാറ ബസ് ജംഗ്ഷനിൽ നിന്നും വാഹനങ്ങളുടെയും അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളുടെയും കാറുകളുടെയും ഒക്കെ അകമ്പടിയോടുകൂടിയാണ് ഇന്നലെ ഇവിടെ വിഗ്രഹം എത്തിച്ചേർന്നത്. ഇവിടുത്തെ കരടിപ്പാറയത്തിലെ മാതൃസമിതി അംഗങ്ങൾ വളരെ ഉത്സാഹത്തോടു കൂടിയിട്ട് ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 100 കണക്കിന് അമ്മമാര് ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു. അവര് ഡ്രസ് കോഡൊക്കെ ആയി താലപ്പൊലിയോടുകൂടി ആണ് ആ വിഗ്രഹത്തെ സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ നൃത്തവും വാദ്യവും എല്ലാ പരിപാടികളും വളരെ ആഘോഷപരമായിട്ടാണ് ആ പരിപാടി ഇവിടെ എത്തിച്ചേർന്നത്. അതിനുശേഷം ആ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ തന്ത്രി ചെറുവക്കാട്ടില്ലം ശ്രീകാന്ത് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടികൾ ഇന്നും നാളെയും മറ്റന്നാളുമായിട്ടാണ് അവസാനിക്കുന്നത്. മറ്റന്നാളാണ് പ്രതിഷ്ഠ നടക്കുന്നത്. മറ്റന്നാൾ 10:55-നും 12:55-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ആ പരിപാടികൾ നടക്കുന്നത്. അപ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ ഈ പ്രാവശ്യത്തെ ഈ പ്രതിഷ്ഠയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 3000-ത്തിലധികം ആളുകളെ ഇവിടെയുള്ള സഹോദരിമാരും അതോടൊപ്പം തന്നെ അമ്മമാരും ഇവിടുത്തെ ഭാരവാഹികളും ഒക്കെ കൂടെ പോയി വീടുകളിൽ പോയി കണ്ടു. അവർ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സാധാരണ ഒരു പിരിവ് വാങ്ങാൻ വേണ്ടി പോകുക എന്നുള്ളതല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വീടുകളിൽ പോയി ആദ്യം ഞങ്ങൾ അവരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും
പിന്നീട് അവർ തരുന്ന സംഭാവനകൾ സ്വീകരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. ഒരു പുതുമ ഞങ്ങൾക്കിവിടെ ഈ ഒരു പരിപാടിയുമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ളൊരു സഹകരണം പരിസര പ്രദേശത്തുള്ളവരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഭക്തജനങ്ങളിൽ നിന്നൊക്കെ തന്നെ ഉണ്ട്. എല്ലാ ചുറ്റുപാടുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ തന്നെ, അതുപോലെ മറ്റ് ഇതര സ്ഥാപനങ്ങളിൽ നിന്നും എല്ലാ വിഭാഗം ആളുകളിൽ നിന്നുള്ള സഹകരണങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനൊക്കെ നന്ദിയോടെ ഓർക്കുകയാണ്. ഒപ്പം ഈ പരിപാടിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഇനി നടക്കുന്ന പരിപാടികളിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ പ്രസാദ ഊട്ട്, അത് ഈ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേകതയാണ്. രാവിലെ തുടങ്ങി ഉച്ചയ്ക്കും രാത്രിയിലും ഒക്കെ ഉള്ള ഭക്ഷണം ഇവിടെ എല്ലാവർക്കും ആ ഭക്ഷണം ഇവിടെ ഒരു പ്രസാദ ഊട്ട് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും, ഭഗവാന്റെ ഒരു പ്രസാദം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അത് നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിലേക്ക് വേണ്ടി എല്ലാ ആളുകളെയും ഞങ്ങൾ ക്ഷണിക്കുകയും ചെയ്യാം. നമ്മളെ നാട്ടിലെ ഉത്സവം കേട്ടോ. അപ്പോൾ 3 ദിവസമായിട്ട് ഗംഭീര പ്രോഗ്രാമാണ്. അപ്പോൾ രാവിലെ അതുപോലെ വൈകുന്നേരം ഒക്കെ ഭക്ഷണമുണ്ട്. ഇതിപ്പോൾ ഉച്ച ഊണാട്ടോ. അപ്പോൾ ഊണ് വാങ്ങിയിട്ടുണ്ട്. ഗംഭീര ഫുഡാണ്. അടിപൊളി ചോറാട്ടോ, നല്ല സാമ്പാർ, അച്ചാർ, ഉപ്പേരി, പപ്പടം, കൂട്ടുകറി. എന്തായാലും ഇവിടെ വരുന്ന എല്ലാവർക്കും ഫുഡ് ഫ്രീ ആട്ടോ. ഒരുപാട് പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. സദ്യ അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി പറഞ്ഞാൽ അടിപൊളി, ഒരു രക്ഷയില്ല. ഒപ്പടം വെക്കല്ലേ. അപ്പോൾ പായസം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഫ്ലൈറ്റ് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി പായസം, സൂപ്പർ. ഒരു പാത്രൂടി പോകില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വലിയൊരു പ്ലേറ്റ് ഫുള്ളായിട്ട്, പ്ലേറ്റിന്റെ വലിപ്പം കണ്ടില്ല നിങ്ങൾ, അത് മൊത്തം കഴിച്ചാണ്. ഇനിയിപ്പോൾ പായസം ഉണ്ട്. അത്രേ പായസം കുറച്ച് കൂടുതലാണല്ലോ. അത് ശരി. നമ്മളെ സുഹൃത്താട്ടോ, നമ്മളെ കൂടെ പഠിച്ചതാണ്. ആള് പോലീസുകാരനാണ് കേട്ടോ. മലപ്പുറത്തല്ലേ? രാമേന്ദ്രൻ മലപ്പുറത്താണ്. ഇപ്പൊ അമ്പലത്തിന്റെ ഈ ഒരു പരിപാടി ആയതുകൊണ്ട് ലീവ് എടുത്ത് വന്നാണ്. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ സമയത്തൊന്നും ലീവ് കൊടുക്കാൻ പാടില്ല. എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. ലീവൊക്കെ ഉണ്ടാക്കി ക്ഷേത്രത്തിലെ കാര്യമല്ലേ, വരാതിരിക്കാൻ പറ്റില്ല. ആചാരമായ കാര്യങ്ങൾക്ക് നമുക്ക് വരണല്ലോ. അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിലെ കാര്യമായതുകൊണ്ട് നിർബന്ധമായി ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു. അങ്ങനെ പോന്നാ ഡ്യൂട്ടിയൊക്കെ നൈറ്റ് കയറി പോകും. അടിപൊളി അരിപ്പായസം കേട്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. അടുത്ത കൊല്ലം ഇത് കഴിക്കാനുള്ള ആയസുണ്ടാകട്ടെ. അപ്പോൾ ഇവിടെ കലവറയിൽ പാചകക്കാരല്ലാത്തവർക്ക് പ്രവേശനമല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പോകും. കാരണം എന്താ വെച്ചാൽ അത്ര നല്ല ഫുഡായിരുന്നു. നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ നിങ്ങളുടെ പേരെന്താ? സുധീഷ്. എവിടെ സ്ഥലം? അയ്യങ്കൊല്ലി. അപ്പൊ നമ്മളെ ഇവിടെ തൊട്ടടുത്ത് താളൂര്, തമിഴ്നാട്, എരുമാട് കേട്ടോ. അയ്യങ്കൊല്ലി സുധീഷാണ് കേട്ടോ. നിങ്ങളെ പേരോ? രാജൻ. നിങ്ങളവിടെ തന്നെ? നിങ്ങളോ? വിഷ്ണു. ആശാനില്ലേ? ഓ, ആശാൻ. അപ്പോൾ ഗംഭീര ഫുഡാണ് ആശാൻ, ഒരു രക്ഷയില്ല. ചോറ് നന്നായിട്ടുണ്ട്, പായസം നന്നായിട്ടുണ്ട്, അടിപൊളി. നിങ്ങളെ പേരോ? രാജൻ അല്ലേ? അപ്പോൾ അയ്യങ്കൊല്ലിലെ ഒരു ടീമാണ് കേട്ടോ ഈ അമ്പലത്തിൽ. ഇവിടെ ഫുഡ് ഈ 3 ദിവസത്തെ ഗംഭീര ഫുഡാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നല്ലത് കണ്ടാൽ നല്ലത്, നല്ലത് കഴിച്ചാൽ നല്ലതെന്ന് പറയണല്ലോ. അതുകൊണ്ട് മാത്രമാണ്. പിന്നെ നിങ്ങൾ വേറെ പ്രോഗ്രാമിനൊക്കെ പോകലുണ്ടോ? എല്ലായിടത്തും പോകും. കല്യാൺ ഈവൻസ് അല്ലേ? അപ്പോൾ നമ്മളെ ഫുഡ് ഉണ്ടാക്കിയ ആശാന കേട്ടോ. ആശാന നമ്പർ വാങ്ങിയ കാരണം ശശിമാർ ഇവിടെ നിന്നിട്ട് ചോറ് തിന്നു കേട്ടോ. ഫുൾ ഹാപ്പി കേട്ടോ എല്ലാവരും. ഇതുണ്ടോ? പറഞ്ഞോളി. ഓ, അത് ശരി. ശിവനറിയാം, ശിവന്റെ ഭാര്യനെ. ആ, കരടിപ്പാറ അയ്യപ്പ ക്ഷേത്രത്തിലെ ഉത്സവം എല്ലാം കൊണ്ടും വളരെ എണ്ണം പറഞ്ഞ ഉത്സവമാണ്. ഇവിടുത്തെ നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്നു എന്ന് മാത്രമല്ല, ഇതിന്റെ സംഘാടനം വളരെ മനോഹരമായ സംഘാടനമാണ്. സംഘാടകർക്ക് 100 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. പിന്നെ ഇവിടെ തോരണങ്ങൾ കെട്ടിയത് നമ്മൾ കണ്ടു. കരടിപ്പാറ മദ്രസിലെ നബിദിനവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ച അതേ തോരണം തന്നെ അമ്പലത്തിലെ ഉത്സവത്തിനും കെട്ടുകയാണ്. പള്ളിയുടെ മുറ്റത്ത് വെച്ചിട്ട് കൈകൊട്ടിക്കളി ഉൾപ്പെടെയുള്ള പരിപാടി സംഘടിപ്പിക്കുകയാണ്. എത്ര മനോഹരമായ മതേതരത്വത്തിന്റെ
മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരം. ഈ പായസത്തേക്കാൾ അതിമനോഹരമാണ് ഇവിടുത്തെ സംഘാടനം. വളരെ നല്ല അഭിപ്രായം. ഇപ്പോൾ നമ്മൾ റഷീദ് പറഞ്ഞതുപോലെ തന്നെ നല്ല എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വർഷങ്ങളായി നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രതിഷ്ഠ വരുന്നതെന്ന് അറിയാൻ കഴിയും. എന്തായാലും വളരെ നല്ല രീതിയിൽ എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ ജാതി മതസ്ഥരെ മുഴുവൻ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പോൾ പ്രദർശനം വരുന്ന സമയത്തായിക്കോട്ടെ എല്ലാവരും ഉൾക്കൊണ്ട് പള്ളീൻ്റെ മുന്നിലൊക്കെ മധുരം വിതരണം ചെയ്ത് പള്ളി കമ്മിറ്റി എല്ലാവരും കൂടി നല്ല അടിപൊളിയായിട്ട് ആഘോഷം. എല്ലാവർക്കും ഭക്ഷണം, അത് 4 ദിവസം എല്ലാം മുഴുവൻ രാത്രിയും ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം, എല്ലാം കൊണ്ടും നല്ല അടിപൊളി പരിപാടി. വളരെയധികം സന്തോഷം. വീടുകളിൽ പോയി ആദ്യം ഞങ്ങൾ അവരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും പിന്നീട് അവർ തരുന്ന സംഭാവനകൾ സ്വീകരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. ഒരു പുതുമ ഞങ്ങൾക്കിവിടെ ഈ ഒരു പരിപാടിയുമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ളൊരു സഹകരണം പരിസര പ്രദേശത്തുള്ളവരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഭക്തജനങ്ങളിൽ നിന്നൊക്കെ തന്നെ ഉണ്ട്. എല്ലാ ചുറ്റുപാടുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ തന്നെ, അതുപോലെ മറ്റ് ഇതര സ്ഥാപനങ്ങളിൽ നിന്നും എല്ലാ വിഭാഗം ആളുകളിൽ നിന്നുള്ള സഹകരണങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനൊക്കെ നന്ദിയോടെ ഓർക്കുകയാണ്.